യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംവിധാനം വന്നതിന് ശേഷം ഈ സാധ്യതകൾ പ്രയോജനപ്പെടുത്താമായിരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലില്ലേ? എന്നാൽ ഉപയോഗപ്പെടുത്തുകയും അതിലൂടെ വളർന്നുകയും ചെയ്ത എത്ര പേരുണ്ട്? അതിനാരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മളെ ചെയ്യാൻ അമേരിക്കയിൽ ചെയ്യുന്ന അതേ പണി ഇവിടെ ഇരുന്ന് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വളരണമെന്നുണ്ടെങ്കിൽ എത്രയോ ഈ കേരളത്തിലെ അത്യാവശ്യം വിവരവും ബോധമുള്ള ആർക്കും ഇന്നോവേറ്റീവായിട്ട് ചിന്തിച്ചാവായിരുന്ന കാര്യമാണ്. പക്ഷെ അതിന്റെ പ്രയോജനം എടുക്കുന്ന എത്ര പേരാ? കൂടിപ്പോയ കേരളത്തിൽ ഒരു 1500 പേര് കാണും അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ 2000 പേര് കാണും. നമ്മൾ അറിയുന്ന ഇഫക്റ്റീവ്ലി അല്ലെങ്കിൽ വൻ വിജയമായി മാറിയ ഒരു 1500-2000 പേരേ ഉള്ളൂ. ബാക്കി 3.5 കോടി ജനങ്ങൾ എന്തുകൊണ്ട് അത് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് തോന്നിയില്ല, അതിനുള്ള ആശയം ഉണ്ടാക്കിയില്ല, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തില്ല, അതിനുള്ള ഹോംവർക്ക് ചെയ്തില്ല, അതിനുവേണ്ടി എഫർട്ട് എടുത്തില്ല എന്നുള്ളതാണ്. അല്ല, ഇപ്പോഴും ഉണ്ട് ഈ വിഷയത്തിൽ കുറച്ച് നേരം വെളുക്കാത്ത ആളുകൾ ഞാൻ കാണലുണ്ട്. ഈ ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നവരും അതേപോലെ തന്നെ ഈ കുക്കിംഗ് ചാനൽ നടത്തുന്നവര്, റിവ്യൂ വീഡിയോസുകൾ ചെയ്യുന്നവര്, ഇവരുടെയൊക്കെ കമന്റ് ബോക്സിൽ പോയിട്ട് വരും, എടാ പോയി അധ്വാനിച്ച് ജീവിക്കടാ, അല്ലെങ്കിൽ വല്ല പണിയെടുത്ത് ജീവിക്കടാ. എത്ര വലിയ പൊട്ടത്തരാ നോക്ക്. ചില ആളുകളുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വയർപ്പ് പൊട്ടണ ഭാരം നിറഞ്ഞത് മാത്രമാണ് ജോലി എന്നാണ്, അല്ലെങ്കിൽ അങ്ങനെ മാത്രമേ പണം സമ്പാദിക്കാൻ പാടുള്ളൂ എന്നാണ്. വിട്ടിച്ചറാട്ടെ ആ ചിന്താഗതി മാറ്റാദ്യം. യൂട്യൂബ് ആപ്പ് എല്ലാവരുടെ ഫോണിലും ഉണ്ട്. അത് ആര് ഉപയോഗപ്പെടുത്തുന്നു അവർക്ക് ഇതേപോലെ ചെയറിൽ ഇരുന്നിട്ടും നല്ല സുഖസുന്ദരമായിട്ട് എല്ലാ നാടുകളും ചുറ്റിക്കണ്ട് അവന്റെ ആഗ്രഹങ്ങളും നടക്കും. അവനൊരു ജോലി പോലെ അതിനെ കാണും ചെയ്യും. അങ്ങനെ സമ്പാദിക്കാൻ പറ്റും. റിസ്ക് എടുത്തും വേർപ്പ് പൊട്ടിയിട്ടൊന്നും അധ്വാനിക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അങ്ങനെ അധ്വാനിച്ച് കിട്ടുന്ന ആ പൈസയും ഇതേപോലെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയും രണ്ടും ഷോറൂമിൽ കൊടുത്ത കാറ് കിട്ടും, ബൈക്ക് കിട്ടും. പലചരക്ക് കടയിൽ നിങ്ങളൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ 10 കിലോ പഞ്ചസാര കൊണ്ടാന്ന് പറയുമ്പോൾ ഇത് എങ്ങനെ അധ്വാനിച്ചാന്ന് ആരും ചോദിക്കില്ല. അവിടെ പണം മാത്രം മതി. ഇതൊരു കഴിവുമില്ല, അല്ലെങ്കിൽ ഉള്ള കഴിവ് എന്താന്ന് തിരിച്ചറിയൂല. എന്നിട്ട് ഇതേപോലെ അവനവന്റെ കഴിവ് ഉപയോഗപ്പെടുത്തി ഇതേപോലെ ആപ്പുകളിൽ നിന്ന് പണം സമ്പാദിക്കുമ്പം അവരോട് പോയിട്ട് പറയും എല്ലാം പണിയെടുത്ത് ജീവിക്കണം. ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക, അല്ലെങ്കിൽ ഒരു ചാനൽ സ്വന്തമായിട്ട് തുടങ്ങി നോക്കുക. അപ്പൊ മനസ്സിലാവും അതിന്റെ പിന്നിൽ എത്രത്തോളം എഫേർട്ടും ബുദ്ധിമുട്ടും ഉണ്ട് എന്നുള്ളത്. അത്ര സിമ്പിളൊന്നുമല്ല. നമ്മളിങ്ങനെ യൂട്യൂബിന്റെ കൊലയുമ്പോ പോയി നിങ്ങാണ്ട് നിങ്ങൾ കുറച്ചെന്തെങ്കിലും തരുമെന്ന് വെച്ചാലൊന്നും തരൂല. അതിന്